ഹരേ കൃഷ്ണ, നമസ്തേ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നമ്മൾ വ്യാഴമാറ്റത്തിലേക്ക് വരികയാണ്. വ്യാഴമാറ്റത്തിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ലോകത്തോടെ എല്ലാവർക്കും, കാരണം ധാരാളം ആത്മമിത്രങ്ങൾ വിദേശത്ത് നിന്നൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടറിയാം, ഈ യുദ്ധത്തിൻ്റെ ഒരു ഭീതിയിൽ ജോലിയിലും അതുപോലെ തന്നെ ഫിനാൻഷ്യലിയും വളരെയധികം കഷ്ടത അനുഭവിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ളൊരു ടെൻഷനേ വേണ്ട, കാരണം ഈ വ്യാഴമാറ്റം എല്ലാവർക്കും ഗുണം ചെയ്യും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ്, ഒരു വ്യാഴവട്ടത്തിലൊരിക്കലാണ് ഉച്ചരാശിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വ്യാഴം മാറുന്നത് ഉച്ചരാശിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാശിക്കാർക്കും ഒരു ആവറേജ് ഗുണം ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ഇന്ന് അശ്വതി ഭരണി നക്ഷത്രക്കാരുടെയും അതുപോലെ തന്നെ കാർത്തിക 1-ാം പാദക്കാരുടെയും ഫലത്തിലേക്കാണ് കടക്കുന്നത്. അതായത് മേടക്കൂർ. പ്രത്യേകിച്ച് അശ്വതി ഭരണി നക്ഷത്രക്കാർ കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായിട്ട് പല വിധത്തിലുള്ള ലൈഫിൽ പ്രതിസന്ധികളും കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുകയും തടസ്സങ്ങൾ വരികയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമാണ്. അതിന് കാരണം വ്യാഴം അവർക്ക് 3-ലായിരുന്നു. 3 വ്യാഴത്തിന് ഒരു ദുസ്ഥാനമാണ്. ഇനി ഈ വ്യാഴം ഇപ്പോൾ 4-ലേക്ക് വരുന്നത് കുടുംബസ്ഥാനത്തേക്കാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒന്ന്, കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ, കുടുംബ സമാധാനം, ഐശ്വര്യം, ഇതെല്ലാം നിങ്ങൾക്ക് കൈവരുത്താൻ കഴിയും. അതുപോലെ തന്നെ അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ നേരത്തെ ഈ കഴിഞ്ഞ, അതായത് 7-ര ശനി കൂടെ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് പല വിധത്തിലുള്ള തടസ്സങ്ങൾ ജോലിയിൽ, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തും അതുപോലെ തന്നെ കലാരംഗത്തും അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലൊക്കെ ഇടപെട്ടിരുന്നവർക്ക് പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വർഷം വന്നിരുന്നു. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില സ്ഥാനമാനങ്ങൾ തേടി വരാം. അതുപോലെ തന്നെ നയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നമുക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടി വരാം. ഇതെല്ലാം ഗുണകരമായി തന്നെ വരും. കാരണം വ്യാഴം ഉച്ചനായിട്ടാണ് വരുന്നത്, അതും 4-ലേക്ക്, നമ്മളെ തറവാട്ടിലേക്ക്, കുടുംബസ്ഥാനത്തേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5-ൽ നമുക്ക് ഇപ്പം നിൽക്കുന്നത് കേതുവാണ്. ഈ 5-ലെ കേതു, അതായത് 11-ലെ സർപ്പൻ വലിയ ദോഷം ചെയ്യത്തില്ല, 5-ലെ കേതു ദോഷം ചെയ്യും. 5-ലെ കേതു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തീരുമാന വൈകല്യം ഉണ്ടാക്കും. പല കാര്യങ്ങളിലും തീരുമാനം എടുക്കുമ്പം നമ്മൾ ഒരു സെക്കൻഡോ തേർഡോ ഒപ്പീനിയൻ ചോദിച്ചിട്ടേ എടുക്കാവൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രേഖാപരമായ കാര്യങ്ങൾ, അതായത് നമ്മൾ പറയില്ലേ, പിന്നെ ഒഫീഷ്യലായിരുന്നാലും അല്ലാതെ മറ്റു കാര്യങ്ങളായിരുന്നാലും ഗവൺമെൻറ്റുമായിട്ടുള്ളതായിരുന്നാലും നമ്മൾ എല്ലാ രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം വളരെ ശ്രദ്ധിച്ച് അതിൽ നിയമക്കുരുക്കൾ വരാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണം. അതേസമയം നല്ല ജോലി കിട്ടാനും വിദേശയോഗത്തിനും നല്ല വാഹനം വരാനും ഒക്കെ സമയമായി. അതുപോലെ തന്നെ വിവാഹം നടക്കും, പ്രണയം പൂവണിയും, അതുപോലെ തന്നെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവും. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് 7-ര ശനി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശനിപ്രീതി വരുത്തിയും അതുപോലെ തന്നെ കേതുപ്രീതിക്കായിട്ട് ഗണപതി പ്രീതി വരുത്തിയും മുന്നോട്ട് പോയാൽ വലിയ ദോഷം ഇല്ലാതെ കടന്നു പോകും. തീർച്ചയായിട്ടും ഈ വ്യാഴമാറ്റം ഈ അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അതുപോലെ തന്നെ കാർത്തിക 1 ആദ്യത്തെ പാദക്കാരെ സംബന്ധിച്ച് നിലവിൽ വന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ, ബിസിനസ്സിലുള്ള മാന്യത, ഇതെല്ലാം മാറി കടബാധ്യതകളൊക്കെ നീങ്ങി ഒന്നുകൂടി ജീവിതം സജീവമാവുന്ന അവസ്ഥയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് വ്യാഴം 4-ലേക്ക് വരുന്നു. 2027 5-ലേക്ക് കുറച്ചുകൂടി ഗുണമായിട്ട് വരികയാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന 2 വർഷം ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിൽ ഗുണം വരും, ധനപരമായിട്ട് ഗുണം വരും. അതേസമയം ശനിപ്രീതികരങ്ങളായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നമ്മൾ രഹസ്യ ഇടപാടുകൾ, അതുപോലെ തന്നെ
നമ്മൾ പറയില്ലേ, ഇടപാടുകൾ, അതായത് ദുർവാസനകൾ, പിന്നെ സാത്വികരല്ലാത്ത, അതായത് നമ്മളെ ശരിയല്ലാത്ത കൂട്ടുകെട്ടുകളെല്ലാം ഒഴിവാക്കണം. അതായത് സ്വഭാവ ദൂഷ്യമുള്ള കൂട്ടുകെട്ടുകളെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ ജീവിതം നന്നായി വരും. തീർച്ചയായിട്ടും മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദക്കാർ തീർച്ചയായിട്ടും വ്യാഴഭഗവാൻ അനുഗ്രഹിക്കും. ഈ വരുന്ന ജൂൺ 2-ാം തീയതി വ്യാഴം മാറിയാൽ പിന്നുള്ള ഒരു വർഷം നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ ദോഷങ്ങളും തീർന്ന് അനുഗ്രഹം കിട്ടും. തീർച്ചയായിട്ടും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സബ്സ്ക്രിപ്ഷൻ ലൈക്കും തന്ന് നമ്മളെ സഹായിക്കുന്നതിന്, ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നതിന് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ താഴെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യില്ല, മെസ്സേജ് ഇട്ടേക്കുക. തീർച്ചയായിട്ടും ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ. നന്നായി.